ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ധൃതരാഷ്ട്രർ മുതലായവരുടെ ഉൽപ്പത്തി. അക്കാലം ജനനിയും വ്യാസനെ നിരൂപിച്ചാൾ. ഭക്തിയോടവൻ വന്നു തൊഴുതു മാതാവിനെ. തന്മതമറിയിച്ചാൾ അമ്മയും അതുനേരം. കന്മഷമകന്നൊരു നന്മുനിവരൻ ചൊന്നാൻ. സമ്മതമല്ലെങ്കിലും അമ്മ ചൊന്നതു കേട്ടാൻ നന്മ വന്നിടുമത്രേ നിർമ്മലന്മാർക്കു നൂനം. ധർമ്മത്തിൻ ഗതിയേതും അറിവാൻ വശമല്ല. കർമ്മമുള്ളവയെല്ലാം വരുമെന്നതേ വേണ്ടു. മന്മഥലീലകളൻ മനമഴിഞ്ഞിടാം. വെൺമതി മുഖിമാർക്കുമെന്മേനി തൊട്ടുകൂടാ. എങ്കിലും കനിവോടു സന്തതിയുണ്ടാക്കി ഞാൻ സങ്കടം തീർപ്പനെന്നു മാതാവോടുര ചെയ്താൻ. കൃഷ്ണദ്വൈവായനാം മാമുനി വേദവ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന ദിവ്യമൂർത്തി. സോദരൻ മുമ്പിൽ വേട്ടൊരംബികാഗൃഹം തന്നിൽ ആദരവോടു ചെന്നാനാകാത വേഷത്തോടും വേഷവൈരൂപ്യമൊരു ഗന്ധവും സഖിയാഞ്ഞു. യോഷമാർമണിയാകും അംബികയതു നേരം. കണ്ണുകൾ ജിമ്മിപ്പൂണ്ടാൾ അതു കാരണമായി കണ്ണുകൂടാതെ പിറന്നിടിനാൻ കുമാരനും. പിന്നെയങ് അമ്പാലിക തന്നെ ഗൃഹം തന്നിൽ ചെന്നാനന്നൊരു ദിനം അവളും അതു നേരം. പാണ്ഡുവർണ്ണത്തെ പൂണ്ടു പുണർന്നാളതുകൊണ്ടു പാണ്ഡുവായി തന്നെയൊരു സുതനുമുണ്ടായി വന്നു. നന്നായിട്ടൊരു സുതനംബിക പെറ്റുണ്ടാവാൻ ഇന്നൊരു കഴിവോർക്കെന്നമ്മതൻ നിയോഗത്താൽ. പിന്നെയുമൊരു നിശി ചെന്നിതു വേദവ്യാസൻ അന്നവൾ ദാസി തന്നെ നന്നായി ചമയിച്ചു. ചെന്നാലുമെന്നയച്ചാൾ അവളും മുനി തന്നെ വന്ദിച്ചു നിന്നു ഭാവമറിഞ്ഞു ഭക്തിയോടെ ചൊവ്വോടെ പരിലാളിച്ചിടിനാളതുമൂലം ദിവ്യനായൊരു സുതൻ അവൾക്കുമുണ്ടായി വന്നു. ശൂദ്രയോനിയിലാണീ മാണ്ഡവ്യ മുനിശാപാൽ ശ്രാദ്ധദേവനും വന്നു പിറന്നു വിദുരരായി. ഇത്തമാകർണ്യ ജനമേജയൻ ചോദ്യം ചെയ്താൻ ഉത്തമനായ വൈശമ്പായന മുനിയോടു. മാണ്ഡവ്യനായ മുനിതിലകൻ കോപേന മാർത്താണ്ഡപുത്രനെ ശപിച്ചിടുവാനെന്തു മൂലം എന്നതു കേട്ടു വൈശമ്പായനൻ അരുൾ ചെയ്താൻ. മന്നവനായ ജനമേജയൻ തന്നോടെല്ലാം ഒന്നൊഴിയാതെ സൂതൻ ശൗനാദികളോടു നന്നായി പറഞ്ഞു കേൾപ്പിച്ചിതു വഴി പോലെ. ചൊല്ലുവനെങ്കിലതു നിങ്ങളും കേട്ടുകൊള്ളുവിൻ. നല്ല സൽക്കഥ കേട്ടാൽ നരകം ഉണ്ടായി വരാം. മാണ്ഡ്യ ശാപവും വിദുരോത്പത്തി. പാണ്ഡിത്യം കലർന്നൂരു ഭൂദേവൻ പണ്ടുണ്ടായി. മാണ്ഡവ്യനെന്നു ഭുവി വിശ്രുത നാമത്തോടും വാനപ്രസ്ഥാശ്രമവും പാലിച്ചു. നാനാതീർത്ഥ സ്നാനശുദ്ധാത്മാവായോരാശ്രമമുപഗ്രാമം. കാനനദേശേ തപോ നിഷ്ഠയാ ചിരകാലം മൗനവും പൂണ്ടുവാഴും കാലമീശ്വരാജ്ഞയാ. തത്ര സംപ്രാപ്തരായാൽ ചില ദസ്യുക്കളും വിത്തരക്ഷികളും അന്വേഷിച്ചു പിമ്പേ ചെന്നാൽ വിശ്രസ്തന്മാരായോരു ദസ്യുക്കളർത്ഥമെല്ലാം തത്ര സന്നിധാനം ചെയ്തവിടെ മറഞ്ഞപ്പോൾ ജടയും വൽക്കലവും ഭസ്മവും ധരിച്ചൊരു വിടവിമൂലേ നല്ലൊരുടജാങ്കനെ കൂപ്പിത്തൊഴുതു നിൽക്കുന്നൊരു താപസശ്രേഷ്ഠൻ തന്നെ തൊഴുതു ചോദിച്ചതു നൃപതി ഭടന്മാരും. കള്ളന്മാരേതു വഴി പോയിതെന്നതു ഞങ്ങൾക്കുള്ളവണ്ണമേ അരുൾ ചെയ്യണമെന്നു ചൊന്നാർ. താപസൻ സമാധിയിലുറച്ചു നിൽക്കയാലെ ഭൂപതി ഭടന്മാർ ചോദിച്ചതു കേട്ടിലേതും. ഒന്നുമേ മിണ്ടായികയാൽ പിന്നെയും അന്വേഷിച്ചു ചെന്നു കള്ളന്മാരെയും പിടിച്ചു കെട്ടിടിനാർ. അർത്ഥവും എല്ലാം എടുത്തവനീശ്വരൻ മുമ്പിൽ ഭൃത്യന്മാർ കൊണ്ടുവച്ചു വൃത്താന്തമൊക്കെ ചൊന്നാർ. കിങ്കരന്മാർക്കു മുനീന്ദ്രം പ്രതി മനക്കാമ്പിൽ ശങ്കയുള്ളതു കേട്ടു ഭൂപതി നിയോഗിച്ചാൻ.
ചോരന്മാരായവരെയൊക്കവേ ശൂലത്തിന്മേൽ ആരോപിച്ചിടുകെന്നു കേട്ടുടൻ ഭടന്മാരും ചോരന്മാരോടുകൂടെ ശൂലാഗ്രത്തിന്മേലിട്ട ധീരനാം തപോധനൻ തന്നെയും എത്ര കഷ്ടം കൊല്ലാതെ ശൂലത്തിന്മേലിട്ടു താപസൻ തനിക്കില്ലേതും ആഹാരമെന്നാകിലും അനേകം നാൾ ചെന്നിട്ടും മരിച്ചതില്ലെന്നതു കാണുക കൊണ്ടു ചെന്നിതു മുനികളും രാത്രിയിൽ പക്ഷികളായി എന്തൊരു മൂലം ഭവാനിങ്ങനെ വരുവാനെന്നന്തരം കൂടാതെ കണ്ടരുളി ചെയ്തിടേണം. മത്കർമ്മഫലമത്രേ ഭൂപതി പ്രവരനു ദുഷ്കൃതമേതുമില്ലെന്നതു കേട്ടവർകളും പോയിതു വൃത്താന്തങ്ങൾ അറിഞ്ഞു രക്ഷികളും നായകനായ നരപാലകനോടു ചൊന്നാർ. മന്ത്രികളോടും കൂടി ചെന്നു ഭൂപാലേന്ദ്രനും അന്ധത്വം ക്ഷമിച്ചു കൊഴുകന്നഭിവാദ്യം ചെയ്താൻ. ശൂലവും ഇളകാഞ്ഞിട്ടറ്റത്തു മുറിച്ചിതു ഭൂലോകപതിയെയും അയച്ചു മുനീന്ദ്രനും. ആണിമാണ്ഡവ്യനെന്ന നാമവും ഉണ്ടായി വന്നു ജ്ഞാനിയാ മുനി പിന്നെ പ്രാപിച്ചു കാലധർമ്മം. അന്തകൻ തന്നോടൊന്നു ചോദിച്ചു മാണ്ഡവ്യനും എന്തു കാരണമെന്നെ ശൂലത്തിന്മേലാക്കുവാൻ. ഈർക്കിൽ കൂർപ്പിച്ചു മുന്നം ഈച്ചയെ കഴുവേറ്റി തീർക്കേണമതിൻ ഫലം എന്നതിനത്രേ ചെയ്തു. എങ്കിലൊന്നറിയേണം 12 വയസ്സോളം സംക്രീഡാരതന്മാരാം ബാലന്മാർ ചെയ്യും കർമ്മം. ഒന്നിനും ഫലം പിന്നെ ഇല്ലല്ലോ ബുദ്ധിപൂർവമൊന്നറിഞ്ഞില്ലായികയാൽ സൂക്ഷ്മധർമ്മജ്ഞനല്ല കേവലം ഭവാനതു കാരണം ശൂദ്രയോനോ സേവാർത്ഥം പിറന്നു 100 ആണ്ടു വാഴുകയെന്നാൻ. ധർമ്മരാജാവു തന്നെ പിറന്നോരവൻ തൻ്റെ ധർമ്മനിഷ്ഠകളെല്ലാം എന്തിനു പറയുന്നു. ധൃതരാഷ്ട്രരും നല്ല പാണ്ഡുവാം അനുജനും ധൃതിയേറിയിടുന്നൊരു വിതുയർത്താനുമായി വളർന്നു തുടങ്ങിനാർ മൂവരും ഒരുമിച്ചു. വളർന്നു സന്തോഷവും പുരവാസികൾക്കെല്ലാം. ഗാന്ധാരരാജൻ തൻ്റെ മകളായി മരുവിന ഗാന്ധാരി തന്നെ കേട്ടു ധൃതരാഷ്ട്രരുമന്നാൾ. പാരഴും വസുദേവൻ തന്നെ ഭഗിനിയാം വാരിരമിഴിയാളെ പാണ്ഡുരാജനും വേട്ടാൻ. മാദ്രിയാം മദ്രരാജൻ തന്നെ മകൾ തന്നെ പാർത്ഥിവവീരൻ പാണ്ഡു വേട്ടിതു രണ്ടാമതും. കുന്തിഭോജന്റെ മകളാകിയ കുന്തിക്കു പണ്ടന്തണനായ ദുർവാസാവുതാൻ പഠിപ്പിച്ചാൻ. 5 മന്ത്രങ്ങളതിലൊന്നവൾ പരീക്ഷിപ്പാൻ. നെഞ്ചകം തന്നിൽ സൂര്യദേവനെ ധ്യാനം ചെയ്താൾ. കന്യകയെന്നാകിലും ആദിത്യൻ പുണർന്നപ്പോൾ കർണനെന്നൊരു മകൻ തന്നെയും പെറ്റാളവൾ. ചണ്ഡഭാനുവിൻ മകൻ പിറക്കുന്നേരം തന്നെ കുണ്ടലങ്ങളും നല്ല കവചവും അതുമുണ്ടു. കള്ളക്കാടെന്നതവളുള്ളിലെ നിരൂപിച്ചു. വെള്ളത്തിൽ കളഞ്ഞൊരു പൈതലെ കണ്ട നേരം രാധാവല്ലഭനായ സൂതനുമെടുത്തുകൊണ്ടാദരവോടു തൻ്റെ മകനായി വളർത്തിനാൻ. കുണ്ടലകവചങ്ങളുണ്ടെങ്കിൽ അവനെ ഭൂമണ്ഡലത്തിങ്കലാർക്കും ജയിച്ചു കൂടായല്ലോ. വാസവൻ മറയവനായി ചെന്നു മായത്താലെ വാസരാധീശസുതനോടവ വാങ്ങിക്കൊണ്ടാൻ. മാർത്താണ്ഡസുതൻ ദാനശീലരിൽ മുമ്പനല്ലോ കൂർത്തുമൂർത്തൊരു വേലും കൊടുത്താനും വർനാഥൻ. അങ്ങനെയുള്ളവൻ തന്നമ്മയാം കുന്തിതാനും മംഗലാവാങ്കിയായ മാദ്രിയുമായി പാണ്ഡു മന്മഥലീല പൂണ്ടു വസിക്കും കാലത്തിങ്കൽ നന്മയെന്നിയെ മറ്റു കാൺമാനില്ലൊരിടത്തും. ചൊൽക്കൊണ്ട ഭീഷ്മർ തൻ്റെ ചൊൽക്കൽ നിന്നിളകാതെ ദിക്കുകളൊക്കെ ജയിച്ചഗ്രജൻ താനുമായി മുഖ്യഭോഗേന സുഖിച്ചിരിക്കും
കാലത്തിങ്കൽ ഉൾക്കാമ്പിലൊന്നു തോന്നി പാണ്ഡുവിനാപത്തിനായി. കാന്തിയേറിയിടുന്നൊരു കാന്തമാരോടും കൂടി കാന്താരം തന്നിൽ പുക്കു നന്നായി രമിക്കേണം. വാട്ടമെന്നിയേ മമ നായാട്ടിൻ മിടമയും കാട്ടേണമിവർക്കെന്ന കൗതുകത്തോടും കൂടി. ദ്രുമണി തൻ്റെ രശ്മി പോലും അങ്ങണയാത ഹിമവാൻ തൻ്റെ തെക്കെ പുറത്തെ പെരുംകാട്ടിൽ പെരികരസം പൂണ്ടു കളിച്ചു മരുവിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം